ഈ ബാഗ് തൂക്കി പോണത് എന്തിനാണെന്നറിയോ? അതെ, കൊല്ലം വരെ പോവാനാണ്. എനിക്കൊരു എക്സാം അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. ബസ്സിനാണ് ഞങ്ങൾ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കുറിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. പ്രിയദർശനിലെ ഞങ്ങൾക്ക് 3 പേർക്കും ഫ്രീ ടിക്കറ്റ് ആണ്. എന്നാ പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതിലേക്ക് എടുക്കും ലിപ്സ്റ്റിക് റീഅപ്ലൈ ചെയ്യാൻ കാണിച്ച അവളുടെ മനസ്സിനെ നിങ്ങൾ എല്ലാവരും കാണും. അങ്ങനെ നമ്മള് ചേർത്തലേക്ക് ബസ് കയറിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 4 മണി ആയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? അങ്ങനെ ഞാനും ശ്രുതിയും ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ് ഓർഡർ ആക്കിയത്. വീണ്ടും നമുക്ക് ട്രാവലിംഗ് എന്ന് പറയുന്ന ചടങ്ങ്. അതിനുമ്പ് എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്താറായിട്ടുണ്ട്. കൊല്ലത്തെത്തി കഴിഞ്ഞപ്പോഴാണ് ആ പണി ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത്. ഇവളീ വട്ടം കറങ്ങണ പോലെ ഞങ്ങൾ ആ കൊല്ലം ജംഗ്ഷനിൽ കടന്ന് വട്ടം കറങ്ങായിരുന്നു. കാരണം ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടണ്ടായില്ല. ഇപ്പൊ എത്തും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എത്തിപ്പെട്ടതാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റൂല. ലാസ്റ്റ് നമ്മള് ഒരു നോർമൽ ആയുള്ള ഒരു സ്ഥലം അങ്ങനെ ബുക്ക് ചെയ്തെടുത്തു. ഒരു സെക്യൂരിറ്റി ചേട്ടനാണ് മാലാഖിനെ പോലെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് റൂം കിട്ടി. അപ്പൊ ചാച്ച ബൈ ബൈ.